ഹോർമുസ് കടലിൽ പ്രതിരോധം തീർക്കാൻ റഷ്യൻ സൈന്യം ഇറാനുമായി കരാറുണ്ടാക്കി. ചൈനയുമായി സംയുക്തമായ രീതിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ വലിയ രീതിയിലുള്ള സൈനിക അഭ്യാസം നടത്തുന്നതിനോടനുബന്ധിച്ചാണ് ഈ മേഖലയിൽ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും അതിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെയും ചൈനയുടെയും പ്രതിരോധ സംവിധാനങ്ങൾ ഈ മേഖലയിൽ സ്ഥാപിക്കണം എന്നുള്ള അഭ്യർത്ഥന ഇറാൻ പറയുകയും അത് അപ്പാടെ തന്നെ റഷ്യ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അവർ പറയുന്നത് പ്രതിരോധവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതും അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇറാൻ ചെയ്യുന്നതോടുകൂടി അമേരിക്കയ്ക്ക് ഈ കടൽ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം പ്രയാസം അമേരിക്ക അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ലോകത്തിന് അത് അറിയാവുന്നതാണ്. ആ മേഖലയിൽ അവർക്കൊരു നിലക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന സമയത്താണ് ഹൂത്തികളുമായി കരാറുണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്തു, അവർ ആ മേഖലയിൽ നിന്ന് പിന്മാറി പോകേണ്ടി വന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ കടൽ യുദ്ധമായിട്ട് തന്നെയാണ് പരിണമിക്കുന്നത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ മെഡിറ്ററേനിയൻ കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രം കേന്ദ്രീകരിച്ചുകൊണ്ടെല്ലാം വൻ രീതിയിലുള്ള യുദ്ധക്കപ്പൽ വിന്യസിച്ചിരിക്കുന്നു. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കുക എന്നുള്ളതാണ് ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ നാളെ നടക്കാൻ പോകുന്ന ഈ സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലാണെങ്കിലും അത് രൂപത്തിലാവാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് വരുന്നതെങ്കിലും തീർച്ചയായിട്ടും അമേരിക്ക ആക്രമിക്കും എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്നും അതിൻ്റെ പ്രതിരോധം തീർക്കാനുള്ള എല്ലാ സംവിധാനം തങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും അമേരിക്കയും ഇസ്രായേലിനെയും അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളെയും ഒരേ സമയത്ത് ആക്രമിക്കാൻ സന്നദ്ധരായിരിക്കുന്ന സൈനികരാണ് തങ്ങളോടൊപ്പം ഉള്ളത് എന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിലധികം സൈനികർ ഇപ്പോൾ നിലവിൽ ഈ ഔദ്യോഗികപരമായിട്ട് തന്നെ ഇറാനിലുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഭരണം അട്ടിമറിയുന്ന ഒരു വിഷയമോ പുതിയ ഭരണ സംവിധാനം വരുന്നൊരു സാഹചര്യമോ ഉണ്ടാവുകയാണെങ്കിൽ ഈ 5 ലക്ഷം സൈനികരും വരാൻ പോകുന്ന ഭാവിയിൽ അവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഫ്ഗാനിസ്ഥാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ മുൻപിൽ ജീവിച്ചിരിക്കുന്ന തെളിവാണ്. വലിയ സമരകാര്യങ്ങളും യുദ്ധങ്ങളും നടത്തിക്കൊണ്ടാണ് താലിബാൻ സർക്കാരിനെ അവിടെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഹമീദ് കർസായുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണ സംവിധാനത്തെ അവിടെ പ്രതിഷ്ഠിച്ചത്. 15 വർഷത്തോളം ഏറെക്കുറെ അത് നീണ്ടുപോയി. പിന്നീട് ഇതേ താലിബാൻ സൈനികമായ രീതിയിൽ വലിയ ശക്തി സംഭരിച്ചുകൊണ്ട് ഹമീദ് കർസായുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ആ പിന്തുടർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിലുള്ള ആ ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഭരണത്തിലേറുകയും ചെയ്തു. അതോടുകൂടി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം അവിടെ അമേരിക്കയ്ക്കുണ്ടായി. 2500ഓളം സൈനികർ അമേരിക്കയുടേത് നിലവിലുണ്ടായിരുന്നു. ആ സമയത്ത് അവർ രാജ്യം വിട്ടു പോകാൻ വേണ്ടി ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ പുതിയൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിൻ്റെ തുടർച്ചയായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭരണ സംവിധാനം അട്ടിമറിക്കപ്പെട്ട ഒരു രാജ്യത്തും ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം പിന്നീട് പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. ഇറാഖിലില്ല, ലിബിയയിലില്ല, ലെബനാനിലില്ല, സിറിയയിലില്ല, പിന്നീട് ഈജിപ്തിലൊക്കെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളില്ല എന്നതല്ലാതെ കൃത്യമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിലൂടെ സംതൃപ്തമായിരിക്കുന്ന ഒരു ജനാവലി അവിടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആഭ്യന്തരമായിരിക്കുന്ന വലിയ വിഷയങ്ങൾ അവിടെ നടക്കുന്നു. കാരണം 2-ലധികം തവണ ഹുസ്നി മുബാറക്കിൻ്റെ ഭരണത്തിന് ശേഷം അവിടെ പുതിയ ഭരണ സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാ സാഹചര്യത്തിലും എല്ലാ മേഖലയിലും അവരിടപെടുന്ന എല്ലാ മേഖലയിലും പിന്നീട് അശാന്തമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യുക എന്നുള്ളത് എളുപ്പമാണ്. പക്ഷേ അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതും അതിൽ വിജയിക്കുക എന്നുള്ളതും വലിയ രീതിയിലുള്ള ബാധ്യതയും പ്രശ്നവുമായിട്ട് നിലനിൽക്കും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് ഏറെക്കുറെ പുറകോട്ട് പോകുന്നത്. എന്നാലും ഇത് യുദ്ധം ഉണ്ടാവില്ല എന്ന് തീർത്ത് പറയാനൊന്നും സാധിക്കുകയില്ല. കാര്യം വലിയ രീതിയിലുള്ള സൈനിക അഭ്യാസവും സൈനിക സംവിധാനങ്ങളും എല്ലാം ഇറാൻ ഒരുക്കൂട്ടുന്നുണ്ട്. അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു യുദ്ധക്കപ്പൽ വന്നിരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കടൽ യുദ്ധം വല്ലാത്ത രീതിയിൽ അതിജീവിക്കാൻ വേണ്ടി ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് സാധിക്കുക വലിയ പ്രയാസമാണ്. കാര്യം കടലുമായി ബന്ധപ്പെട്ടതാണ് ഇറാൻ്റെ ചരിത്രം തന്നെ. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ മൈനുകൾ സ്ഥാപിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നതാണ് കടലിൻ്റെ അടിഭാഗത്ത്. അപ്പോൾ പ്രത്യേകമായ രീതിയിൽ ആയത്തുള്ള അലി ഖംനഈ പറഞ്ഞത് പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് അമേരിക്ക എടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: തങ്ങളെ ആക്രമിച്ച് സ്ഥിരപ്പെടുത്തുന്ന ഒരു സംവിധാനം അറേബ്യൻ കടലിലുള്ള അമേരിക്കയുടെ കപ്പലിനുണ്ടാവില്ല. അത് വല്ലാതെ വൈകാതെ തന്നെ ഒന്നുകിൽ മുങ്ങും, അല്ലെങ്കിൽ തകരും. അതല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു വിമാനത്തിന് പോലും
തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ വരാത്ത വിധം സംവിധാനങ്ങൾ ഒരുക്കും എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. ഇങ്ങനത്തെ ഒരുപാട് ഭീഷണികൾ, ഒരു ഭരണകൂടത്തിൽ നിന്നും ലഭിക്കാത്ത ഭീഷണികളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ആദ്യത്തെ ഈ സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഒമാനിൽ ഈ അമേരിക്കയുടെയും ഇറാൻ്റെയും പ്രതിനിധികൾ സംസാരിച്ച സമയത്ത് ആ ചർച്ചയിൽ ഏകോപനം ഉണ്ടായിട്ടില്ലെങ്കിൽ യുദ്ധം ഉറപ്പാണ് എന്ന് പറഞ്ഞാണ്. ഒന്നും നടന്നിട്ടില്ല. പിന്നീട് രണ്ടാമത് ചർച്ച നടന്നു, അത് യുദ്ധം ഉറപ്പാണെന്ന് പറഞ്ഞ് അത് നടന്നിട്ടില്ല. മൂന്നാമത് ചർച്ചയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നാളെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇറാന് സംരക്ഷണ ഭിത്തി ഒരുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും ചൈനയുടെയും റഷ്യയുടെയും ആവശ്യമായി വന്നിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ സംവിധാന കാര്യങ്ങളും ഏറെക്കുറെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അറബിക്കടൽ കേന്ദ്രീകരിച്ചും മെഡിറ്ററേനിയൻ കടൽ കേന്ദ്രീകരിച്ചും എല്ലാം വലിയ രീതിയിലുള്ള പരീക്ഷണം രഹസ്യമായിട്ടും പരസ്യമായിട്ടും രണ്ട് രാജ്യങ്ങളും, അത് ഇറാനാണെങ്കിലും അമേരിക്കയാണെങ്കിലും യഥാർത്ഥത്തിൽ നടത്തുന്നുണ്ട്. ഇതിൽ 2 ഡ്രോണുകൾ ഇതിനിടയിൽ വെടിവെച്ചിട്ട വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നു. അമേരിക്കയുടെ ഡ്രോൺ വെടിവെച്ചിട്ടത് എന്ന് പറഞ്ഞിട്ട് അമേരിക്ക അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇറാൻ്റെ ഡ്രോൺ കാണാതായി എന്നുള്ളതാണ് അവിടെ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ ഏതായിരുന്നാലും നിരീക്ഷണ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെച്ചുകൊണ്ട് വലിയ സഹായങ്ങൾ റഷ്യ ഇറാന് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഓരോരോ അനക്കളും വളരെ കൃത്യമായ രീതിയിൽ, അതായത് മെഡിറ്ററേനിയൻ കടലിലും അറബിക്കടലിലും നങ്കൂരം ഇട്ടിരിക്കുന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പലുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നതിൻ്റെ കൃത്യമായിരിക്കുന്ന ഒരു വിവരം ഇറാന് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇറാന് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം വളരെ കൃത്യതയോടുകൂടി ആ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഇറാൻ സർക്കാർ താഴെ വീഴുന്ന ഒരു സാഹചര്യം വന്നാൽ പിന്നീട് ഒരിക്കലും ഒരു പുതിയൊരു സംവിധാനം, മതപരമായിരിക്കുന്ന ഇസ്ലാമിക വിപ്ലവത്തോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന മതചിട്ടയിൽ ഊന്നിയിരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇറാനിൽ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടർ ചലനങ്ങൾ മിഡിൽ ഈസ്റ്റ് ഭാഗത്തും സാരമായിട്ട് ബാധിക്കും. അഥവാ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പിന്നീട് ഉടലെടുക്കും. അതിന് അമേരിക്ക നേതൃത്വം നൽകും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലുള്ള അത്രത്തോളം അറേബ്യൻ രാജ്യങ്ങൾക്ക് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം പ്രൗഢിയോടുകൂടി തന്നെ നിലനിൽക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള പല ഘട്ടങ്ങളിലായിട്ട് ഇറാൻ പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അറേബ്യൻ രാജ്യങ്ങൾ പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പല സഹായങ്ങളും രഹസ്യമായിട്ടും പരസ്യമായിട്ടും യഥാർത്ഥത്തിൽ ഇറാന് വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തിൻ്റെ മാത്രം പരാജയമായിട്ടല്ല, അവിടെ ഒരു പരാജയമോ ഭരണമാറ്റങ്ങളോ ഉണ്ടാകുന്നൊരു സ്ഥിതി വന്നാൽ അത് സർവ്വ മേഖലയും സാരമായിട്ട് ബാധിക്കും. ലോകാടിസ്ഥാനത്തിലും അത് ബാധിക്കും. അപ്പോൾ ചരക്ക് ഗതാഗതമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടെ വലിയ നിയന്ത്രണങ്ങൾ അമേരിക്ക കൊണ്ടുവരും. ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ നിലനിൽക്കുന്നത് അതുവരെ പറഞ്ഞത്, അതായത് വെനിസുലയുടെ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോകുന്നവരെ അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം വലിയ ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ വെനിസുലൻ പ്രസിഡന്റും ഭാര്യയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ അകത്ത് അമേരിക്കയിലേക്ക് വൻതോതിൽ അവിടുത്തെ യുവാക്കന്മാരെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഈ മയക്കുമരുന്ന് കടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പ്രസിഡന്റിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഈ അമേരിക്കയുടെ ജയിലിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് പറയുന്നത് ഇപ്പോൾ വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട പെട്രോളിയത്തിൻ്റെ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് ചൈനയിലേക്ക് പോകുന്നതും റഷ്യയിലേക്ക് പോകുന്നതുമായിരിക്കുന്ന പെട്രോളിയത്തിന് വലിയ രീതിയിൽ നിയന്ത്രണം എത്തിയിരിക്കുകയാണ്.